അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് 2020 ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളെയും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകൾ ഇതെല്ലാം 2020 അപേക്ഷിച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല BJPക്ക് ഭരിക്കാൻ സാധിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യത്യസ്തമായി കേരളത്തിലെ 41 പഞ്ചായത്തുകളിൽ ഈ പ്രാവശ്യം BJP ഒറ്റക്ക് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ 41 സ്ഥലങ്ങളിലും ജനവിധിയെ മാനിക്കാൻ LDFും UDFും തയ്യാറായാൽ ആ പഞ്ചായത്തുകളുടെ ഭരണം സ്വാഭാവികമായിട്ടും BJPക്ക് വന്നു ചേരേണ്ടതാണ്. ആ പഞ്ചായത്തുകൾ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും NDA തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്നുള്ളതാണ് ജനവിധി. അതനുസരിച്ച് ആ മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. ജനവിധി അംഗീകരിക്കാൻ മറ്റു പാർട്ടികൾ, മുന്നണികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അതിശക്തമായിട്ടുള്ള LDF വിരുദ്ധ വികാരമുണ്ടായിരുന്നു. ആ LDF വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ലഭിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനാണ് എന്നുള്ളത് സത്യതയാണ്. പക്ഷേ ആ സന്ദർഭത്തിലും UDFന് അനുകൂലമായി LDFനെതിരായിട്ട് കേരളത്തിൽ ഒരു വികാരം രൂപപ്പെട്ട സന്ദർഭത്തിലും അതിനെ അതിജീവിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ വികാരത്തിനിടയിലും BJPക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഒരേപോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ധാരാളം ശക്തി കേന്ദ്രങ്ങളിലേക്ക് പടർന്നു കയറാൻ ഈ പ്രാവശ്യം NDAക്ക് സാധിച്ചിട്ടുണ്ട്. CPMൻ്റെ 40-50 വർഷങ്ങളായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുത്തു എന്നുള്ളത് ആ LDFനെതിരായിട്ടുള്ള ജനവികാരത്തെയും CPMനെതിരായിട്ടുള്ള ജനവികാരത്തെയും ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ BJPക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. കേരളത്തിൽ CPMൻ്റെ തകർച്ചയുടെ, LDFൻ്റെ തകർച്ചയുടെ ഗുണഭോക്താവ് UDF മാത്രമല്ല, ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താണ് ഈ പ്രാവശ്യത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമല്ല. മാത്രമല്ല ഈ സന്ദർഭത്തിലും LDFനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാകുന്നു. അത് പ്രയോജനപ്പെടുത്താൻ UDF പരിശ്രമിക്കുന്നു. ആ സന്ദർഭത്തിലും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFും LDFും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ഇന്നിപ്പോൾ ജില്ലാ പ്രസിഡന്റുമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 3000-ലേറെ വാർഡുകളിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡിലും മുനിസിപ്പൽ വാർഡിലും CPMും കോൺഗ്രസും പരസ്പരം സഹായിച്ചിട്ട് ഞങ്ങളെ ചില പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ്. പന്തളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ്. ഈ പ്രാവശ്യം BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ആ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും CPM ഒരുമിച്ചതിൻ്റെ ഉദാഹരണമുണ്ട്. നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് കണക്കുകളുണ്ട്. CPMനും കോൺഗ്രസിനും പരസ്പരം വോട്ട് കൈമാറിയതിൻ്റെ തെളിവുകൾ പന്തളം മുനിസിപ്പാലിറ്റിയിലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന, ഞങ്ങൾക്ക് ഭരിക്കാൻ സാധ്യതയുള്ള 2 പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല. ഒരു വാർഡിലും LDF സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. ഒരു പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. 2 പഞ്ചായത്തിൽ ഞങ്ങളും UDF നേരിട്ട് മത്സരമാണ്. ഒരു പഞ്ചായത്തിൽ ഞങ്ങളും LDF നേരിട്ട് മത്സരത്തിലാണ്. സിംഗപ്പൂർ വിന്നർ പൂർണിമയോ? ിലേറെ വാർഡുകളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി CPMും കോൺഗ്രസും പരസ്പരം വോട്ട് മറിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ, അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഈ പരസ്പര ധാരണയും അതിജീവിച്ചുകൊണ്ടാണ്
ഈ മുന്നേറ്റം കേരളത്തിൽ BJP സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം നടത്താനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് മേയർ എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BJP. അതെ, അതിൽ ആരാണ്? അത് 26-ാം തീയതി സമയമുണ്ടല്ലോ. 26-ാം തീയതി വരെ നേരത്തെ ഇപ്പം നടന്നിട്ടില്ല. തിരുവനന്തപുരത്തെ പാർട്ടി നേതൃയോഗം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് സംസ്ഥാനത്തെ അറിയിക്കും. ആ സംസ്ഥാനം അവരുടെ തീരുമാനം വന്ന ശേഷം അഭിപ്രായം പറയും. അത് അതാത് ജില്ലകളിലാണ്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും മേയർമാരെയും തീരുമാനിക്കേണ്ടത് അതാത് ജില്ലാ നേതൃയോഗമാണ്. അവിടെ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ജനാധിപത്യപരമായി തന്നെ അഭിപ്രായം അവരോട് ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ജില്ലാ നേതൃയോഗം അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ആ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ഇപ്പോ അല്ല, ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. പക്ഷെ ജനാധിപത്യത്തിലെ മര്യാദകളുണ്ട്. ചില കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാരൊക്കെ അത്തരം ലീഗിന്റെയൊക്കെ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഞങ്ങൾ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. അവർ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് മുമ്പേ ഒരു മുന്നണിയായി മത്സരിച്ചാൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിരുദ്ധ ചേരിയിൽ നിന്ന് മത്സരിക്കുക, എന്നിട്ട് ജയിക്കുക, ജയിച്ച ശേഷം യോജിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ജനവിധി അംഗീകരിക്കാൻ അവർ തയ്യാറാകണം. അതുകൊണ്ടത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, ധാരാളം പഞ്ചായത്തിലുമുണ്ട്. ഞങ്ങൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ടുള്ള പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തിലൊക്കെ BJP-യാണ് ഭരിക്കേണ്ടത്. അവിടെയൊക്കെ പരസ്പരം സഹായിക്കാനുള്ള ചില തീരുമാനങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഞങ്ങൾ CPM-നെ പോലെ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഞങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ. പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് ലഭ്യമാക്കുന്ന വോട്ടിംഗ് പെർസെന്റേജ് ചെറിയ വേരിയേഷൻ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചു. നിർണായകമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. മന്ത്രി വാസവന്റെ പഞ്ചായത്തിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. 40 വർഷം ഭരിക്കുന്ന ചെങ്ങന്നൂർ, 40 വർഷമായിട്ട് CPM ഭരിക്കുന്ന ചെങ്ങന്നൂരിലെ ബുധനൂർ പഞ്ചായത്തിൽ ഞങ്ങളാണ് ജയിക്കുന്നത്. ഞങ്ങളാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേ ആലപ്പുഴ ജില്ലയിലെ തന്നെ കുട്ടനാട് CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രം, അവിടെ നിലമ്പൂർ പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത്. ഞങ്ങളുടെ ജയിച്ചിട്ടുള്ള ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർക്കെതിരായിട്ട് കള്ളക്കേസ് കൊടുത്ത് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർ അനുവാദം പോലും CPM കൊടുത്തില്ല. CPM തടഞ്ഞു വെച്ചു. അവസാനം കോടതിയിൽ നിന്നാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് പെർമിഷൻ മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ CPM-ന്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, ഞങ്ങൾ ഈ പ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങളുടെ ഒരു ഷുവർ സീറ്റിൽ ഒരു മുസ്ലിം വനിതയെ നിർത്തി ഞങ്ങൾ വിജയിപ്പിച്ചു. തൃശ്ശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം വനിത കൗൺസിലറാകുന്നത്. നിങ്ങളാരും അതൊന്നും കാണുന്നില്ല. BJP-യെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ തൃശ്ശൂർ ഈ UDF-ഉം LDF-ഉം ഉണ്ടായിട്ട് ഒരു മുസ്ലിം വനിതയെ ഇതുവരെ തൃശ്ശൂർ കോർപ്പറേഷനിൽ കൗൺസിലാക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഉറച്ചപാട് 100% ഞങ്ങൾ ജയിക്കുന്ന ഞങ്ങൾ ഷുവർ സീറ്റിൽ ഒരു മുസ്ലിം വനിതയെ ഞങ്ങൾ മത്സരിപ്പിച്ചു. അവർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു, അവർ കൗൺസിലായി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഉണ്ടാക്കിയിട്ടുണ്ട്. 2015 താഴെയാണ് വോട്ട് ശതമാനം. 2015 സമാനമാണ് കണക്ക്. എന്ന് വെച്ചാൽ 10 വർഷം പിന്നോട്ട് പോകുന്ന BJP-യുടെ വോട്ട് കണക്കിൽ BJP അതൊരു വളർച്ചയാണോ? വോട്ടിംഗ് പെർസെന്റേജ് പുറകോട്ട് പോകുന്നതാണോ കാരണം? അതാണോ അടിസ്ഥാനം? ഞങ്ങൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ലേ? കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ടുമുണ്ട്. അതായത് 2020 കണക്കുണ്ട്. 2024 അടുത്ത് വരുന്നു. അല്ല, ഞങ്ങള് വോട്ടിംഗ് പെർസെന്റേജിലെ ഞങ്ങൾ പരിശോധിക്കാം. നിങ്ങളെ ആകാംക്ഷയും നിങ്ങളുടെ താല്പര്യവും എനിക്ക് മനസ്സിലാകും. അത് നല്ല ആകാംക്ഷയാണല്ലോ. BJP-യുടെ 2% വോട്ടിന്റെ വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാക്കുന്ന ആകുലത എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെ പോസിറ്റീവായി എടുക്കുന്നു. കാരണം BJP-യുടെ ടാർഗറ്റ് ഞങ്ങൾ 20% അത് 15%-ലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതിന്റെ കാരണം നേട്ടമല്ലാതെ ഒരു കോർപ്പറേഷൻ കേരളത്തിലെ 2 മുന്നണികളെ തോൽപ്പിച്ച് ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി പോകുന്ന നേട്ടമല്ലേ? നിങ്ങൾ ചർച്ച ചെയ്യുന്നത്
1% വോട്ട് കുറവിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസും CPM ഒരുമിച്ചിട്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ തോൽക്കാതെ ജയിച്ചതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇവര് പരസ്പരം സഹായിച്ചു കൊടുത്തിട്ടും ഞങ്ങൾ ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. വോട്ടിംഗ് പെർസെന്റേജിൽ 10 വർഷത്തിന് പിന്നോട്ട് BJP പോകുമ്പോൾ അത് വളർച്ചയാണ്. അല്ല, നിങ്ങൾ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ, എനിക്ക് വിരോധമില്ലാന്ന്. ഇന്ന് നേതൃയോഗം ആ കാര്യം ചർച്ച ചെയ്തോ? നമുക്ക് തിരിച്ചടി ഉണ്ടായി എന്ന കാര്യം BJPക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല. എല്ലാ ജില്ലയിലും സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യം മാത്രമല്ല, സീറ്റ് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. വോട്ടിംഗ് പെർസെന്റേജിൽ ഞങ്ങൾ പുറകോട്ട് 2015 തന്നെ നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട്, കോർപ്പറേഷൻ സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ബ്ലോക്കിൽ സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട്. അതാണല്ലോ പ്രധാനപ്പെട്ടത്. വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ലെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ നേട്ടങ്ങൾ ഓരോന്നും